ഞാൻ നിന്നെ ഇനി തപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എന്നാണ്ട് വിശേഷമൊക്കെ? ഇപ്പൊ എന്നെ കൊണ്ട് വിശേഷമൊന്നും പെങ്ങളുടെ കല്യാണമാ, 3 ദിവസമേ ഉള്ളൂ. 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കാൻ സ്ഥലം നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. 2 ലക്ഷം രൂപ ഞാൻ തരാമെന്നോ? എന്നോട് പറഞ്ഞല്ലേ കഴിഞ്ഞ മാസം. ഞാനങ്ങനെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 ലക്ഷം രൂപ അതാ 2 ലക്ഷം എളുപ്പമുള്ള കാര്യമാണ്, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനുണ്ടല്ലോ വേറെ ഒരു സോഴ്സും നോക്കിയില്ല. എനിക്ക് ബ്ലേഡ് തരാമെന്ന് പറഞ്ഞതോട് പോലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് പൈസ? ഞാനിപ്പോൾ പിന്നെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അതിലേക്ക് പൈസയൊക്കെ മാറ്റി. ഇതിപ്പോൾ എൻ്റെ കാര്യം എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? ഇവിടെ നിൻ്റെ കാര്യം ഞാൻ ഓർത്ത് പോലുമില്ല, ഞാനത് മറന്നുപോയി. അല്ലെങ്കിൽ നീ എന്നെ ഇന്നലെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ? ഇന്നലെ മിനിഞ്ഞാന്നല്ലോ വിളിച്ചപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ്. അതല്ല ഞാൻ ലോകം മുഴുവൻ അന്വേഷിച്ച് നോക്കി അവസാനം ഞാനിപ്പോൾ ഇവിടെ വന്ന് കണ്ടുപിടിച്ചത്. എൻ്റെ പൈസ ഇല്ല, ഇപ്പം തരാം. നിലവില്ല പൈസ ഇല്ലെന്നോ? ഞാനിനി ആരോട് ചോദിക്കും? ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വേറെ മാർഗ്ഗമില്ലെന്നേ. എടാ വല്ല 10-15 രൂപയൊക്കെയാണ് ഞാൻ ഒപ്പിച്ചു തരാം. കല്യാണത്തിന് ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. 10,000 രൂപ കൊണ്ട് എന്നാ കാണിക്കാനാ? എടാ 2 ലക്ഷം രൂപ അത്ര എളുപ്പമൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ ലോക്കറി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണോ? ഞാനും ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. ഞാൻ ഇവിടെ ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടി എനിക്കിപ്പോൾ ടൈറ്റായിട്ട് നിൽക്കുക പൈസ. നിന്റെ ആവശ്യത്തിന് വിചാരിച്ച് വിശ്വസിച്ചാ ഞാൻ ഇത്രയും ദിവസം വേറെ ഒരു വഴിയും നോക്കാം. നിന്റെ കാര്യത്തിന് നീയാണ് പൈസ സ്വരൂപിക്കേണ്ടത്, എഫർട്ട് എടുക്കുന്നത്. നിന്റെ മകളുടെ കല്യാണമല്ലേ? സംഭവിച്ചു. പക്ഷേ ഈ അവസാന നിമിഷം ഞാൻ ഇനി എന്നാ ചെയ്യാം? എൻ്റെ പൈസ ഇല്ല, എന്നോട് ചോദിക്കുകയും വേണ്ട. എൻ്റെ പൈസ ഉണ്ടാകത്തുമില്ല. ഇപ്പോൾ 2 ലക്ഷം രൂപയില്ല. ഇനി ഉണ്ടാകുവാണെങ്കിൽ ഞാൻ തരാം, അല്ലാതെ എനിക്കിപ്പം പറ്റത്തില്ല. എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. എടാ നീ 2 ലക്ഷം രൂപ നീ ഉണ്ടാക്കേണ്ടത് നിന്റെ കാര്യം. നീ ഇമോഷണലായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇമോഷണൽ എവിടെയൊന്നും ചിലവാകത്തില്ല. പൈസയ്ക്ക് പൈസ തന്നെ വേണം. അതാ പറഞ്ഞത്, നീ ഈ പൈസയുടെ ഇത്ര ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, നീ അതിന് എഫർട്ട് എടുത്ത് ഇറങ്ങണമായിരുന്നു. നീ ഇപ്പം കൂട്ടുകാർ തരും എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ പൈസ എല്ലാം മാറിയിട്ട് ഞാനിപ്പോൾ ടൈറ്റാണ്. അതുകൊണ്ട് എന്നെ നോക്കണ്ട. ഞാൻ ഇച്ചിരി തിരക്കാണേ. പിന്നെ കാണാം കേട്ടോ. ആയിക്കോട്ടെ. സന്തോഷേ, നീ ആ ഫോണൊന്ന് എടുത്ത് നോക്കിക്കേ. എടാ 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നീ പൈസ ഇട്ടോ? താങ്ക്സ് ഡാ.